لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. ബഹുമാന്യരായ വിശ്വാസികളെ, ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ കുവൈത്ത് സംഘടിപ്പിക്കുന്ന റയ്യാൻ പ്രഭാഷണ പരിപാടിയിലാണ് നാം ഉള്ളത്. ബർക്കത്ത് എന്ന വിഷയത്തെ സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിൽ നന്മയുണ്ടാകുമ്പോഴും അത് വർദ്ധിക്കുമ്പോഴും ജീവിതത്തിൽ സമാധാനവും ആശ്വാസവും ഐശ്വര്യവുമൊക്കെ ഉണ്ടാകുമ്പോൾ നാം പ്രയോഗിക്കുന്ന ഒരു പദമാണ് ബർക്കത്ത് എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വയം പരിചയപ്പെടുത്തുന്നത് വജഅലനി മുബാറക്കൻ, അള്ളാഹു എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആകാശത്ത് നിന്ന് അള്ളാഹു മഴ വർഷിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ വഅൻസൽനാ മിനസ്സമാഇ മാഅൻ മുബാറക, അനുഗ്രഹീതമായ വെള്ളം അള്ളാഹു ആകാശത്ത് നിന്നും നിങ്ങൾക്ക് വർഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. റമദാനാണല്ലോ. വിശുദ്ധ ഖുർആനിൽ ഖുർആൻ്റെ അവതരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണ് നാം ഇതിനെ അവതരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചും വസ്തുക്കളെക്കുറിച്ചുമൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. വലിയ വൃക്ഷത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സന്ദർഭത്തിൽ ഖുർആൻ സൂചിപ്പിച്ചത് ഷജറത്തിൻ മുബാറക, അനുഗ്രഹീത വൃക്ഷം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതുപോലെ തന്നെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് അത് കഴിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കുന്ന സന്ദർഭത്തിൽ റസൂൽ പറഞ്ഞു, നിങ്ങൾ കഴിക്കുന്ന സന്ദർഭത്തിൽ വല്ലതും പാത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയാൽ അതെടുത്ത് വൃത്തിയാക്കി കഴിക്കുക. കാരണം വമാ തദ്രി ഫീ അയ്യിഹിമൽ ബറക, അതിലേതിലാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹമുള്ളത് എന്ന് നിങ്ങൾക്കറിയില്ല, കഴിച്ചതിലോ നഷ്ടപ്പെട്ടതിലോ. അതുകൊണ്ട് അതെടുത്ത് വൃത്തിയായി കഴിക്കുക. അതേപോലെ തന്നെ പ്രാർത്ഥനകളിലും ഈ പദം പ്രയോഗിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇബ്രാഹിമി സ്വലാത്തിൽ അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുവേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചതുപോലെ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഗുണമായിട്ടാണ് ഈ ബർക്കത്ത് എന്നതിനെ ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. സൂറത്തുൽ മുൽക്ക് തുടങ്ങുന്നത് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അനുഗ്രഹപൂർണനായ പടച്ചമ്പുരാൻ, അവനാണ് എല്ലാത്തിനും കഴിവുള്ളവൻ എന്ന് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും മറ്റു നന്മയ്ക്ക് വേണ്ടിയും നാം അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും പുണ്യാത്മാക്കളുടെ അടുത്തേക്കോ പുണ്യസ്ഥലങ്ങളിലേക്കോ ഒന്നും പ്രത്യേകമായി യാത്ര ചെയ്യാൻ അള്ളാഹുവോ റസൂലോ പഠിപ്പിക്കുന്നില്ല. മറിച്ച് അള്ളാഹുവിനോട് ചോദിച്ചാൽ മതി എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഹുനൈൻ യുദ്ധത്തിന് പുറപ്പെട്ട സന്ദർഭത്തിൽ കൂട്ടത്തിലുള്ള ചില ആളുകൾ റസൂലിനോട് പറഞ്ഞു, ദാത്തു അൻവാസ്,
യുഅല്ലിഖൂന അലൈഹ അസ്നിഹത്തഹും, അവരൊക്കെ അത് ഒരു മരമുണ്ടല്ലോ, ആ മരത്തിൽ അവർ അവരുടെ ആയുധങ്ങൾ ബന്ധിക്കുന്നു. റസൂലേ ജഅലനാ ദാത്ത അൻവാത്ത് കമാലഹും ദാത്തു അൻവാത്ത്, അതുകൊണ്ട് ഞങ്ങൾക്കും ഇതുപോലെയുള്ള ഒരു ഇലന്ത മരത്തെ അങ്ങ് നിശ്ചയിച്ചു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ഹദാ കമാ ഖാല ഖൗമു മൂസ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സമുദായം പറഞ്ഞതുപോലെയുള്ള കാര്യമാണ് നിങ്ങളും പറയുന്നത്. എത്ര അപകടകരമാണത്. ഇജഅലനാ ഇലാഹൻ കമാലഹും ആലിഹ, അവർക്കൊക്കെ ആരാധ്യ വസ്തുക്കളുള്ളതുപോലെ നമുക്കും ഒരു ആരാധ്യ വസ്തുവെ ഉണ്ടാക്കിത്തരണം എന്ന് പറയുന്നതിന് തുല്യമാണ് എന്നാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ ഏതെങ്കിലും പ്രദേശങ്ങളിലേക്കോ വസ്തുക്കളിലേക്കോ ഏതെങ്കിലും വ്യക്തിയിലേക്കോ ചേർത്തിക്കൊണ്ട് അവരിൽ നിന്നും അനുഗ്രഹം പ്രതീക്ഷിക്കുന്നത് ഇസ്ലാമിൻ്റെ തനതായ ആദർശത്തിന് വിരുദ്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എല്ലാവരെയും അനുഗ്രഹിക്കുന്നതും അനുഗ്രഹം നൽകുന്നതും അതിൻ്റെ കേദാരം പടച്ച തമ്പുരാനാണ് എന്നുള്ളത് കൊണ്ട് അനുഗ്രഹത്തിന് വേണ്ടി തേടേണ്ടതും ആവശ്യപ്പെടേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും അള്ളാഹുവിനോടാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.